കാലവർഷക്കെടുതിയിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താനായി അവലോകന യോഗം ചേർന്നു. കെ ശൈലജ എം.എൽ.എയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. മട്ടന്നൂർ മണ്ഡലത്തിലെ കാലവർഷക്കെടുതിയിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനാണ് കെ ശൈലജ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ കുടുംബശ്രീ CDS ഹാളിൽ അവലോകന യോഗം ചേർന്നത്. കാർഷിക മേഖലയിലുണ്ടായ നാശനഷ്ടത്തിന് കണക്കെടുക്കാൻ കൃഷി ഓഫീസർക്ക് യോഗത്തിൽ നിർദ്ദേശം നൽകി. മണ്ഡലത്തിലെ കീഴല്ലൂർ, കോളയാട്, മാങ്ങാട്ടിടം, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തുകളിലാണ് കൂടുതലായും നാശനഷ്ടമുണ്ടായത്. 37 വീടുകൾ പൂർണ്ണമായും തകർന്നു. 238 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. പുഴയുടെ പക്കത്തൊക്കെയുള്ള വീടുകൾ, ചെറിയ വീടുകൾ, വലിയ വീടുകൾക്ക് വലിയ കുഴപ്പം പറ്റിയിട്ടില്ല. നല്ല കല്ലും സിമെന്റും ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ളതിന് വലിയ വെള്ളം ഒഴുകി പോയി വീട്ടിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചെറിയ കട്ട വീടുകൾ, മൺകട്ട വീടുകൾ വീണുപോയെടുത്ത് 4-5 സെന്റ് സ്ഥലം ഉണ്ടാവുക. അവിടെ പറ്റില്ലെങ്കിൽ കരയിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം തരുമോ? അപ്പം നെല്ലൂന്നിയിൽ ഒരാള് 15 സെന്റ് സ്ഥലം, അത് പക്ഷേ വയനാട്ടിലെ ഒരു കുടുംബത്തെ പാലക്കാട്ടിൽ നിന്ന് മോചിപ്പിച്ച ആദിവാസി കുടുംബത്തിന് വീടെടുക്കാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ തോമസ് മാഷ് 15 സെന്റ് സ്ഥലം ദാനം ചെയ്യാൻ തയ്യാറായി. 1254 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതായും ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറഞ്ഞു. വെള്ളം കയറി നാശനഷ്ടമുണ്ടായ വീടുകളുടെയും റോഡുകളുടെയും പാലങ്ങളുടെയും കണക്കെടുത്ത് നഷ്ടം വിലയിരുത്താനും MLA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.